ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ട് ഒരു ലൈറ്റ് ഓഫ് ആക്കിയാലും ലിങ്കായി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, ചെറുതായിട്ട് മിന്നി കത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ എന്താ പ്രശ്നം എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. അപ്പൊ അത് എന്താ അതിന്റെ കംപ്ലൈന്റ് നമ്മൾ നോക്കാം. നമ്മളെ പ്രശ്നമാണോ, ഇലക്ട്രിക്കലിന്റെ പ്രശ്നമാണോ, അതോ ബൾബിന്റെ ആണോ എന്താന്നുള്ളതേ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ റൂമിലാണ് പ്രശ്നമുള്ളത്. ഇപ്പൊ ലൈറ്റ് ഓഫിലാണ് കിടക്കുന്നത്. ഇപ്പൊ ബ്ലിങ്കായി കത്തിക്കൊണ്ടിരിക്കുന്നത്, ചെറുതായിട്ട് മിന്നി കത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാൻ ഓൺ ആക്കുമ്പോഴേ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫാൻ ഓഫ് ആക്കാൻ ഓഫായി. അപ്പോ നമ്മൾ ഒന്നുകൂടി ഫാൻ ഓൺ ആക്കണം. ലൈറ്റ് ഓൺ ആയി. ഇനി അടുത്ത് ഫാൻ ഓൺ ആക്കാൻ. ഫാൻ ഓൺ ആക്കിയപ്പോൾ ചെറുതായിട്ട് മിന്നി കത്തുണ്ട്. ഇനിയിപ്പോൾ അതിന്റെ പ്രശ്നം എന്താണെന്നുള്ള നമ്മളിപ്പോൾ ഒന്ന് നോക്കാൻ പോകണേ. ഈ ബൾബൊന്ന് മാറ്റിയിടാൻ പോകട്ടെ. ആ ബൾബ് മാറ്റിട്ടോ. ഈ വാട്സ് കൂടെ ഒരു ബൾബ് ഇടുന്നുണ്ട്. അവിടെ ഒരു ബൾബ് ചെയ്യണം. ആ ബൾബ് ഇവിടെ കിട്ടില്ല. ഇപ്പൊ ആ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ അതിന്റെ പ്രശ്നം സോൾവ് ആയി. അപ്പൊ ഫാൻ ഓണാണ്. ഇനിയിപ്പോ ലൈറ്റ് ഇടാൻ പോണ്. ലൈറ്റ് ഇട്ട് ഞാൻ ലൈറ്റ് ഓഫ് ആക്കി. ഇപ്പൊ സംഗതി നിന്നു. ഇൻഡക്ഷന്റെ പരിപാടി നിന്നു. ഫാൻ ഓഫ് ആക്കി, വീണ്ടും ഓണാക്കി. ഇല്ല, ഇപ്പൊ പ്രശ്നമില്ല. അപ്പൊ എന്താ വെച്ചാല് ഇതിൽ ചില ആളുകൾ കപ്പാസിറ്റർ വെക്കണോലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്യൂബില് ന്യൂട്രൽ അല്ലെങ്കിൽ എർത്ത് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർ. അതൊന്നും പ്രോപ്പർ ആയിട്ടുള്ള പരിപാടിയല്ല. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് സംഗതി ഇതിന്റെ ബൾബിന്റെ പ്രശ്നമാണ്. ഇതിന്റെ ബോർഡിന്റെ പ്രശ്നം ബൾബിന്റെ. അപ്പൊ അതെന്താ നമ്മൾ പറഞ്ഞത്, വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മള് ആ ഒരു ബൾബ് ഈ വേറെ വീട്ടിൽ കൊണ്ടുവന്നിടാൻ പോകണ്ട. ഇപ്പൊ ഉള്ള ബൾബില് ആ സംഗതി കത്തുന്നില്ല. പിന്നെ നമ്മള് അവിടുന്ന് ഊരിയിട്ട് മറ്റേ വീട്ടിൽ നിന്ന് ഊരിയിട്ട് ഇവിടെ കൊണ്ടുവിടാൻ പോകും. മാറ്റിയിട്ട് ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ ആ ബൾബ് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇത് എടാ, ഇത് ബൾബ് ഓട്ടർ കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇങ്ങനെ പിടിച്ചേക്കാണ്. ആ ബൾബിന് ചുറ്റും നിട്ടാണ്. അപ്പൊ ഓണാക്കി, സ്വിച്ച് ഓണാക്കി, ഒന്ന് ഓഫാക്കി. ഓക്കെ, ഓഫാക്കി. അപ്പൊ ഇതിന്റെ പ്രശ്നം ഇപ്പൊ മനസ്സിലായില്ല. ബൾബിന്റെ കംപ്ലൈന്റ് ആണ്, അല്ല വയറിങ്ങിന്റെ അല്ല. ഓക്കെ. അപ്പോ സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഇൻഡക്ഷൻ മൂലം ബൾബുകൾ മിന്നി കത്തുന്നത് മനസ്സിലായില്ല. ഇൻഡക്ഷൻ ഇപ്പൊ അടുത്ത് തുടങ്ങിയൊന്നല്ല, ഒരുപാട് കാലം മുന്നേ ഈ പ്രശ്നങ്ങളുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പൊ വരാനുള്ള കാരണം മനസ്സിലായില്ലേ. ക്വാളിറ്റി കുറഞ്ഞ ബൾബുകൾ വിപണിയിൽ ഇറങ്ങി തുടങ്ങിയതിന്റെ ശേഷമാണ് ഇപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇതൊക്കെ പറഞ്ഞാല് ഇലക്ട്രീഷ്യന്മാർക്ക് ഭയങ്കര തലവേദനയുള്ളൊരു കേസാണ്. വയറിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ വീട്ടുകാർ വിളിച്ചു പറയും സ്വിച്ച് ഓഫ് ആക്കിയിട്ടും ബൾബ് മിന്നി കത്തുന്നത്. അപ്പൊ ഇത് ബൾബ് മിന്നി കത്തേണ്ട പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഇൻഡക്ഷൻ മൂലം വരുന്ന പ്രശ്നങ്ങളാണ്. അതായത് ബൾബില് ക്വാളിറ്റി കുറഞ്ഞ ബോർഡുകൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റി കുറഞ്ഞ ഡ്രൈവുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നമാണ് ഇത്. അവര് 50 റുപ്യ 70 റുപ്യൊക്കെ ഒരു ബൾബിന് വാങ്ങുമ്പോൾ അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉള്ള ഡ്രൈവുകളെ അവർ ഉപയോഗിക്കുള്ളൂ. അതായത് വലിയ ട്രാൻസ്ഫോമർ ഉള്ള ടൈപ്പ് ഡ്രൈവുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം വരില്ല. 9 വാട്സിനാണ് കൂടുതൽ കണ്ടുവരുന്നത്. 9 വാട്സിൽ തന്നെ ഇത് ഇൻഡക്ഷൻ വന്നാൽ കത്താത്ത ബൾബുകളുണ്ട്. അപ്പോൾ നല്ല ബൾബുകൾ നോക്കി വാങ്ങുക. ഒരിക്കലും കപ്പാസിറ്റർ വെച്ചിട്ടോ അതുപോലെ തന്നെ ട്യൂബ് സ്വിച്ചിൽ ന്യൂട്രൽ കൊടുത്തിട്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ നിൽക്കരുത്. അതൊന്നും ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. പരിഹാരം ഒന്നേ ഉള്ളൂ, ബൾബുകൾ നിങ്ങൾ മാറ്റുക. വിപണിയിൽ നിന്ന് വാങ്ങുമ്പോൾ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പറഞ്ഞു തന്നെ വാങ്ങുക. നല്ല ബൾബ്, ഇൻഡക്ഷൻ കത്താത്ത ബൾബുകൾ ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞിട്ട് വാങ്ങുക. പിന്നെ വന്നിട്ട് ഇത് ലോക്കല് പിന്നെ ഒരു 10-20 റുപ്യൊക്കെ അല്ലെങ്കിൽ 50-70 റുപ്യ ആ റേഞ്ചിൽ കിട്ടുന്ന ബൾബ് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ ശേഷം കത്തിയിട്ട് ഇത് ഇൻഡക്ഷൻ മൂലം കത്തുമ്പോൾ ഇലക്ട്രീഷ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ തന്നെ നല്ല നല്ല ബൾബുകൾ വന്ന് വാങ്ങിയ അത് ഉപയോഗിക്കുക. പിന്നെ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇൻഡക്ഷൻ വയറ് ക്വാളിറ്റി കുറഞ്ഞ വയറാണെങ്കിലും വരും കേട്ടോ. ക്വാളിറ്റി കുറഞ്ഞ വയറുകൾ ഉപയോഗിക്കുമ്പോൾ ഇൻഡക്ഷൻ വരുന്ന ഒന്നാമത്തെ കാരണം ക്വാളിറ്റി കുറഞ്ഞ വയർ ഉപയോഗിക്കുമ്പോൾ ഇൻഡക്ഷൻ വരും. പിന്നെ ചില സ്വിച്ചുകൾക്ക് വഴി ഇൻഡക്ഷൻ വരുന്നുണ്ട്.
അപ്പോൾ ഈ സ്വിച്ച് 2-വേ സ്വിച്ചിൽ പിന്നെ ഇൻഡക്ഷൻ വരുമ്പോൾ ആളുകൾ എന്താ ഇപ്പം ചെയ്യണത്, കപ്പാസിറ്റർ വെച്ച് കൊടുക്കുക. 1.5 കപ്പാസിറ്റർ വെച്ചിട്ടാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ആകാനുള്ള ഒരു കറണ്ടും കൂടി അതിലാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ 1-വേ സ്വിച്ചിലാണ് ഇൻഡക്ഷൻ വരുന്നത് വെച്ചാൽ, സ്വിച്ച് ഉപയോഗിക്കുന്ന ബൾബിലാണ് ഇൻഡക്ഷൻ വരുന്നത് വെച്ചാൽ ചില ആളുകൾ ഉപയോഗിക്കുന്നത് അതിൽ ന്യൂട്രൽ കൊടുത്തിട്ട് 2-വേ സ്വിച്ച് വെച്ച് ന്യൂട്രൽ കൊടുത്തിട്ട് ആ പ്രശ്നം പരിഹരിക്കുന്നു. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അതായത് ഈ 2-വേ സ്വിച്ച് വെച്ച് ഒരു പോളിൽ നമ്മൾ ന്യൂട്രും ഒരു പോളിൽ ഫേസും കൊടുത്ത് നടുക്ക് ഔട്ട് വയർ, അതായത് ലൈറ്റിന്റെ വയർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൂവിങ് പാർട്സ് ആണ് ഈ സ്വിച്ചിലുള്ളത്. ഒരു ചെറിയൊരു പ്ലേറ്റ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് എന്തെങ്കിലും കാരണവശാൽ രണ്ടും ടച്ച് ആകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ന്യൂട്രും ബേസും ടച്ച് ആയിട്ട് ഒരു വയർ ഒരു തല തൊട്ട് ഒരു തല വരെ കത്തും. അത് മനസ്സിലാക്കുക. അപ്പോൾ അത്തരം പ്രവണതകൾക്ക് പോകാതെ നമ്മൾ ഈ പിന്നെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്തിട്ട് വീട് വയറിങ് ചെയ്തിട്ട് ആ ഒരു 60-70 ഉറുപ്പ്യൻ്റെ ബൾബിന് വേണ്ടിയിട്ട് ഇത്തരം കോപ്രായം കാട്ടുന്നതായിട്ട് നല്ലത് നല്ല ബൾബ് വാങ്ങി വെച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കമൻറ്റ്, എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശം കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.